കോട്ടയം തിരുനക്കര ക്ഷേത്രമുറ്റത്തെ പ്രധാന ആകർഷണമാണ് അമ്പലപ്രാവുകൾ. നൂറുകണക്കിന് പ്രാവുകളുടെ കുറുകലും ചിറകടിയും ക്ഷേത്രമുറ്റത്തെത്തുന്നവർക്ക് നൽകുന്ന പ്രത്യേക അനുഭൂതിയാണ്. ഈ പ്രാവുകൾക്ക് പതിവായി തീറ്റയുമായി ഒരു കൂട്ടം മാർവാടികളും എത്താറുണ്ട്. കോട്ടയം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുനക്കര. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി അല്പമൊന്ന് വിശ്രമിക്കാൻ നിരവധി ആളുകൾ ക്ഷേത്രമുറ്റത്തേക്ക് എത്താറുണ്ട്. ക്ഷേത്രമുറ്റത്തേക്ക് എത്തുന്നവർക്കെല്ലാം ഒരു പ്രത്യേക അനുഭൂതി പകർന്നു നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ അമ്പലപ്രാവുകൾ. പ്രാവുകൾ കുറുകി നടക്കുന്നതും കൂട്ടത്തോടെ ചിറകടിച്ചു വീഴുന്നതുമൊക്കെ കണ്ണിന് ആനന്ദം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അമ്പലമുറ്റത്ത് എത്തുന്ന പതിവുകാർക്കും പ്രിയപ്പെട്ടവരാണ് ഈ പ്രാവുകൾ. പതിവായി എത്തുന്നവരെല്ലാം പ്രാവുകൾക്കുള്ള തീറ്റയൊക്കെ കരുതാറുമുണ്ട്. അത്തരത്തിൽ അമ്പലപ്രാവുകൾക്ക് ആഹാരവുമായി സ്ഥിരമായി എത്തുന്ന ചില മാർവാടികളെയും ഇവിടെ കാണാം. കോട്ടയത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പേ കച്ചവടത്തിനായി എത്തിയ ഇവർ രാജസ്ഥാൻ സ്വദേശികളാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവർ തിരുനക്കരയിലെത്തി പ്രാവുകൾക്ക് മുടങ്ങാതെ തീറ്റ നൽകുന്നു. അവർക്ക് ഡെയിലി ഒരു വീട്ടിൽ ഡെയിലി അവർക്ക് ഒരു തട്ടിൽ ഡെയിലി എടുത്ത് വയ്ക്കും. അവർക്കാകെ സെപ്പറേറ്റ്. അപ്പോൾ എല്ലാ വർഷം നമ്മൾ അവിടെ സെയിം ടു സെയിം അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അമാവാസ പുണ്യം വരുമ്പോൾ എക്സ്ട്രാ കൊടുക്കും. അമാവാസയ്ക്ക് വരുമ്പോൾ പിന്നെ ഒരു വീട്ടിൽ പരമ്പര അതുമാതിരി എല്ലാ വീട്ടിലും ഉണ്ട്. ഇത് ഡെയിലി വന്ന് രാവിലെ വന്ന് ഇത് കൊടുക്കണം. ഒരാൾക്ക് എവിടെ ഡെയിലി വന്ന് അവർ സെയിം ടു സെയിം ഉണ്ട്. രാവിലെ വന്ന് അവർക്ക് ഒരു സെപ്പറേറ്റ് രാവിലെ ഫസ്റ്റ് ഒരു 6 മണിക്ക് ഡെയിലി കൊടുക്കണത്. നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ട് ഇത്. ക്ഷേത്രമുറ്റത്തെ പ്രഭാതങ്ങളെയും സന്ധ്യകളെയും എല്ലാം പ്രാവിൻകൂട്ടം ധന്യമാക്കുകയാണ്. കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിര് നൽകുന്ന കാഴ്ച കാണാനും ആസ്വദിക്കാനും മാത്രം നിരവധി ആളുകൾ ക്ഷേത്രമുറ്റത്ത് സമയം ചെലവഴിക്കാറുമുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.